നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത്. അതിലെ ഏതാനും ശ്ലോകങ്ങളുടെ അർത്ഥവിചാരം ചെയ്യാം. 1-ാം ശ്ലോകം. സൂത ഉവാച അഥ തേ സംപരേതാനാം സ്വാനാമുദകമിച്ഛതാം ദാതും സകൃഷ്ണാ ഗംഗായാം പുരസ്കൃത്യ യയുഃ സ്ത്രിയഃ. സൂതഃ ഉവാച അഥ തേ സംപരേതാനാം ഉദകം ഇച്ഛതാം ദാതും സ്ത്രിയഃ പുരസ്കൃത്യ ഗംഗായാം സകൃഷ്ണാഃ യയുഃ. സൂതൻ പറഞ്ഞു, അഥ അതിനുശേഷം എന്നർത്ഥം, തേ അവർ, സംപരേതാനാം ഉദകം ഇച്ഛതാം മരിച്ചുപോയവർ, ഉദകം ഇച്ഛിക്കുന്നവർ, അതായത് മരണശേഷം ഉദകക്രിയ ആഗ്രഹിക്കുന്നവരായ മരിച്ചുപോയ സ്വാനാം സ്വന്തക്കാർക്ക്, ദാതും ഉദകം ദാനം ചെയ്യാൻ വേണ്ടി, ജലദാനം, ഉദകക്രിയ അതായത് അവരുടെ സംസ്കാരാദികൾ ചെയ്ത് നദിയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജലാശയത്തിൽ ചെന്ന് കുളിച്ച് അവിടെ വെച്ച് തന്നെ ഉദകക്രിയ ചെയ്യുക, നനഞ്ഞ തുണിയോടുകൂടി അവിടെ വെച്ച് അവർക്ക് ബലി തർപ്പണം ചെയ്യുക. ഇതാണ് ഉദകക്രിയ എന്ന് പറയുന്നത്. ആ ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീയഃ പുരസ്കൃത്യ, സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഗംഗായാം, ഗംഗയിൽ എന്നുവെച്ചാൽ ഗംഗാതീരത്ത് എന്ന് അർത്ഥം എടുക്കണം, സകൃഷ്ണാഃ യയുഃ, കൃഷ്ണാസമേതമായിട്ട്, കൃഷ്ണയോടൊപ്പം അവർ ചെന്നു. കൃഷ്ണ എന്ന് പറയുന്നത് പാഞ്ചാലി. ഇനി സകൃഷ്ണാഃ എന്ന് വെച്ചാൽ കൃഷ്ണനോടൊപ്പം എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അവിടെ ബഹുവചനമായിട്ട് സകൃഷ്ണാഃ എന്ന് പറഞ്ഞതുകൊണ്ട് കൃഷ്ണനോടൊപ്പം എന്നും പറയാം, കൃഷ്ണയോടൊപ്പം എന്നും പറയാം. രണ്ടും ശരിയാണ്. ഏതായാലും അവർ ഗംഗാതീരത്ത് ചെന്നു, സ്ത്രീകളെ മുന്നിൽ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗംഗയിലേക്ക് പോയി എന്നർത്ഥം. അങ്ങനെ മരിച്ചുപോയവർക്ക് അവർ ഉദകക്രിയ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യുദ്ധത്തിൻ്റെ അവസാനമാണ് ഈ രംഗം. സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. കാരണം സ്വന്തക്കാർ കുറേ മരിച്ചു, ശത്രുക്കളെന്ന് കരുതിയ ആളുകളും അവരുടെ ബന്ധുക്കളായിരുന്നു. പ്രത്യേകിച്ച് കർണൻ അവരുടെ സഹോദരനായിരുന്നു, കുന്തിയുടെ മകനായിരുന്നു എന്നൊക്കെ അറിയുന്നത് ഈ ഉദകക്രിയ ചെയ്യുന്ന സമയത്താണ് എന്നുള്ളതും അവിടെ വലിയ ദുഃഖമുണ്ടാക്കി എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ശ്ലോകം. തേ നിനീയോദകം സർവേ വിലപ്യ ച ഭൃശം പുനഃ ആപ്ലുതാ ഹരിപാദാബ്ജരജഃ പൂതസരിജ്ജലേ. തേ സർവേ ഉദകം നിനീയ ഭൃശം വിലപ്യ ച പുനഃ ഹരിപാദാബ്ജരജഃ പൂതസരിജ്ജലേ ആപ്ലുതാഃ. തേ സർവേ അവരെല്ലാവരും തന്നെ, ഉദകം നിനീയ ജലം കൊടുത്തിട്ട്, അവർക്ക് ജലതർപ്പണം ചെയ്തിട്ട്, മരിച്ചുപോയവർക്ക് ഉദകം സമർപ്പിച്ചിട്ട്, ഭൃശം വിലപ്യ ച, ഭൃശം നല്ലവണ്ണം വിലാപം ചെയ്തിട്ടും, നല്ലവണ്ണം കരഞ്ഞിട്ടും. കാരണം പ്രായം കുറഞ്ഞ ആളുകൾ, പുത്രസ്ഥാനത്തുള്ള അഭിമന്യുവിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ പഞ്ചപാണ്ഡവന്മാരുടെ മക്കളും ഈ അശ്വത്ഥാമാവിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മക്കൾ, ഇങ്ങനെ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ മരിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു വലിയ കരച്ചിലുണ്ടാകും. മറ്റ് പ്രായമായിട്ടില്ല അല്ലാത്തവരുടെ മരണത്തിലും ദുഃഖം പ്രകടിപ്പിക്കും. അങ്ങനെ ആ ദുഃഖത്തിൻ്റെ സൂചകമായിട്ട് അവരൊക്കെ തന്നെ നന്നായി കരഞ്ഞുപോയി. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ചേർന്ന് വിലാപം ഉണ്ടായി. ആ സ്ത്രീ വിലാപം മഹാഭാരതത്തിൽ വേദവ്യാസൻ സ്ത്രീപർവം എന്ന ഒരു പർവം തന്നെ അദ്ദേഹം അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഗാന്ധാരി അടക്കമുള്ള സ്ത്രീകളുടെ വിലാപമാണ്. അതുപോലെ ദുര്യോധനൻ്റെ അമ്മയായ ഗാന്ധാരി, നൂറ്റവന്മാരുടെ അമ്മയായ ഗാന്ധാരി, ആ നൂറ്റവന്മാരുടെ പത്നിമാർ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ കൂട്ടക്കരച്ചിൽ നടത്തുന്ന ആരാണ്? സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക് വിലപിക്കാൻ വേണ്ടി വേദവ്യാസൻ തൻ്റെ ഒരു പർവ്വം നീക്കിവെക്കുകയാണ്. യുദ്ധത്തിൻ്റെ ഏറ്റവും ഭീഷണമായിരിക്കുന്ന അവസ്ഥ എന്താണ്?
അത് ഏറ്റവും വിഷമിക്കുന്നത് സ്ത്രീജനങ്ങളും കുട്ടികളുമാണ് എന്ന് നമുക്കറിയാം. സ്ത്രീകൾ വിധവകളാകും, കുട്ടികൾ അനാഥരാകും. അങ്ങനെ അനാഥരും വിധവകളുമായ ആളുകളുടെ വിലാപം ഏത് യുദ്ധത്തിൻ്റെയും അവസാനം നമുക്ക് എല്ലാവർക്കും അത് അനുഭവവേദ്യമാണ്. ഇതനുഭവിച്ചാലും മനുഷ്യവർഗം യുദ്ധത്തിൽ നിന്നും പിന്തിരിയുകയില്ല. യുദ്ധം പിന്നീടും ചരിത്രം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചരിത്രത്തിൻ്റെ സ്വഭാവം. ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനുഷ്യന് പഠിക്കുന്ന ശാശ്വതമായ പാഠം ചരിത്രത്തിൽ നിന്നും ആരും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണിത്. ചരിത്രത്തിൻ്റെ അനശ്വരമായ പാഠം എന്നത് ചരിത്രത്തിൽ നിന്ന് മനുഷ്യന്മാരാരും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതുതന്നെയാണ് മഹാഭാരത യുദ്ധം നമുക്ക് കാണിച്ചു തന്നത്. അപ്പം അങ്ങനെ അവിടെ വലിയ വിലാപമുണ്ടായി. അങ്ങനെ വിലപിച്ച ശേഷം പിന്നീട് ഹരിപാദാബ്ജ രജപൂത സരിജ്ജലേ ആപ്ലുതാഹ, ഗംഗാനദിയിൽ മുങ്ങി എന്നാണ് പറയുന്നത്. ആ ഗംഗാനദിയുടെ മാഹാത്മ്യമാണ് പറയുന്നത്. ഹരിപാദാബ്ജം, ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദകമലങ്ങളുടെ രജസ് എന്ന് വെച്ചാൽ പൊടി എന്നർത്ഥം, അല്ലെങ്കിൽ ആ താമരയുടെ പരാഗങ്ങളെയും രജസ് എന്ന് പറയാം. അങ്ങനെ ഭഗവാന്റെ പാദധൂളികൾ, പാദത്തിൻ്റെ ആ പൊടികൾ കലർന്നതുകൊണ്ട് പൂതമായത്, ശുദ്ധമായിട്ടുള്ള സരിത്ത് നദി, ആ നദിയുടെ ജലത്തിൽ ആപ്ലുതാഹ മുങ്ങിയവരായി. അപ്പോൾ അവിടെ ഗംഗാനദിക്ക് എന്താണ് പ്രാധാന്യം? ഗംഗാനദി നദികളിൽ വെച്ച് ഏറ്റവും മഹത്തായ പുണ്യമായ നദിയാണ് എന്ന് പ്രസിദ്ധമാണ്. അപ്പോൾ സരിത്തുകളിൽ വെച്ച് ഏറ്റവും പുണ്യതമമായിരിക്കുന്ന നദിയാണ്. ആ പുണ്യതയ്ക്ക് കാരണം എന്താണ്? അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാമന അവതാരം എടുത്ത സമയത്ത് വാമനാവതാര മൂർത്തിയായ ഭഗവാന്റെ പാദങ്ങളെ ബ്രഹ്മാവ് കഴുകിയ സമയത്തുണ്ടായ ആ പാദതീർത്ഥമാണ് ഗംഗാനദിയായി തീർന്നത് എന്നത് പുരാണ പ്രസിദ്ധമാണ്. ഭാഗവതവും അത് വേറൊരിടത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ പാദം കഴുകിയ പൊടികളോട് ചേർന്നത് കൊണ്ടാണ് ആ ഗംഗാനദി ഇത്രയധികം പവിത്രമായി തീർന്നത്. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായിട്ട് ഭഗവാൻ തന്നെ കൂടെയുണ്ട്. അതേ സമയത്ത് എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തിന് മുമ്പേ തന്നെ വാമനാവതാരം ഉണ്ടായി എന്നുള്ള കാര്യം നമുക്കറിയാം. ആ വാമനാവതാരത്തിന് ശേഷമാണ് സ്വർഗഗംഗ സൃഷ്ടിക്കപ്പെട്ടത്. ആ നദിയെയാണ്, സ്വർഗഗംഗയെയാണ് ഭഗീരഥൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്നും നമുക്ക് നവമസ്കന്ധത്തിൽ വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ആ പുണ്യനദിയിലാണ് അവർ ചെന്ന് മുങ്ങിയത്. അപ്പോൾ പാപങ്ങൾ തീരാനും അതുപോലെ പുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടും എല്ലാ തരത്തിലുള്ള നമ്മുടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിട്ട് കർമ്മങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലോപങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമായിട്ടും ശ്രീഹരിയുടെ പാദങ്ങളിലാണ് നമ്മൾ ചെന്ന് വീഴേണ്ടത്. ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടും ഭാഗവത പാരായണം കൊണ്ടുമാണ് പിതൃകർമ്മങ്ങളുടെ സമ്പൂർത്തി ഉണ്ടാവുക എന്ന് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരെ ഗംഗാനദിയിൽ ചെന്ന് മരിച്ചുപോയ ആളുകളുടെ ഉദകക്രിയ ചെയ്തു. അവരവിടെ ആ സമയത്ത് അവർക്ക് കരച്ചിലുണ്ടായി. എല്ലാവരും ചേർന്ന് കരഞ്ഞു. അതിനുശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദം കൊണ്ട് ശുദ്ധമായിട്ടുള്ള ആ സരിത്തിൽ ഗംഗാനദിയിൽ എല്ലാവരും മുങ്ങുകയും ചെയ്തു എന്നർത്ഥം. ഇനി നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്, അതിൻ്റെ അന്വയം ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒരുമിച്ച് അതിൻ്റെ വിചാരം ചെയ്യാം. 3ഉം 4ഉം ശ്ലോകങ്ങൾ. തത്രാസീനം കുരുപതിം ധൃതരാഷ്ട്രം സഹാനുജം ഗാന്ധാരീം പുത്രശോകാർത്താം പൃഥാം കൃഷ്ണാം ച മാധവ സാന്ത്വയാമാസ മുനിഭിർഹതബന്ധൂൻ ശുചാർപ്പിതാൻ ഭൂതേഷു കാലസ്യ ഗതിം ദർശയന്ന പ്രതിക്രിയാം. അതിൻ്റെ അന്വയം പറയാം. തത്ര സഹാത്മജം ആസീനം കുരുപതിം ധൃതരാഷ്ട്രം പുത്രശോകാർത്താം ഗാന്ധാരീം പ്രഥാം കൃഷ്ണാം ച ഹതബന്ധൂൻ ശുചാ അർപ്പിതാൻ മാധവഃ മുനിഭിഃ ഭൂതേഷു അപ്രതിക്രിയാം കാലസ്യ ഗതിം ദർശയൻ സാന്ത്വയാമാസ. ഇവിടെ തത്ര സഹാത്മജം ആസീനം കുരുപതിം, മക്കളോടൊപ്പം സഹാനുജം, സഹാത്മജം അല്ല സഹാനുജം ആസീനം കുരുപതിം, അനുജനോടൊപ്പം ഇരിക്കുന്നവനായ കുരുകുലശ്രേഷ്ഠ, കുരുക്കളുടെ പതിയായ ധൃതരാഷ്ട്രൻ. ഇവിടെ അനുജൻ, അദ്ദേഹത്തിൻ്റെ അനുജനായ പാണ്ഡു മരിച്ചുപോയി. വിതുരരെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വിതുരരോട് കൂടിയിരിക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവ്, പിന്നെ കുരുപതിം ധൃതരാഷ്ട്രം, പുത്രശോകാർത്താം ഗാന്ധാരിയും, പുത്രന്മാർ മരിച്ചതിൽ ആർത്തയായിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്നവളായ ഗാന്ധാരി, പൃഥ കുന്തിദേവി,
പിന്നെ കൃഷ്ണ, പാഞ്ചാലി. അപ്പൊ പുത്രശോകാർത്ത എന്നുള്ളതിന് അവിടെ കൃഷ്ണ എന്നും അതിൻ്റെ കൃഷ്ണയുടെയും കൂടി വിശേഷണമാണ്. കുന്തിയുടെയും കാര്യം അവസ്ഥ ഇത് തന്നെയാണ്. കാരണം കുന്തിയുടെയും ഒരു മകൻ മരിച്ചു. ആരാണ്? കർണൻ എന്ന മകൻ മരിച്ചിട്ടുണ്ട്. അതുപോലെ തൻ്റെ മക്കളുടെ മക്കൾ മരിച്ചിട്ടുണ്ട്. അതും കുന്തിയുടെ ദുഃഖത്തിന് കാരണമാണ്. അത് ഏറ്റവും വലിയ ദുഃഖമാണല്ലോ പുത്ര വിയോഗ ദുഃഖം എന്ന് പറയുന്നത്. കൃഷ്ണാം ച ഹതബന്ധൂൻ. ഹതബന്ധൂൻ എന്ന് വെച്ചാൽ ഹതാഹ ബന്ധവഹ യേ തേ ഹതബന്ധവഹ. ആരുടെ ബന്ധുക്കളാണോ മരണപ്പെട്ടത് അവരാണ് ഹതബന്ധുക്കൾ. അവരെയും, അതായത് അവിടെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുള്ള മറ്റ് രാജാക്കന്മാർ, മറ്റു ക്ഷത്രിയന്മാരും അവരുടെ പത്നിമാരും അവരുടെ മക്കളും ഒക്കെയായിട്ടുള്ള ആ ആളുകൾ. ശുചാ അർപ്പിതാൻ. അവർക്ക് എങ്ങനെയുള്ളവരാണ്? ശോകം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ. ശോകത്താൽ മഗ്നരായിട്ടുള്ള അവരെയും. മാധവഹ. മാധവൻ ലക്ഷ്മീകാന്തനായിട്ടുള്ള, മാ എന്ന് വെച്ചാൽ ലക്ഷ്മി, ധവശബ്ദം, കാന്ത ഭർത്താവ് എന്ന ശബ്ദം, ലക്ഷ്മീപതിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ. മുനിഭിഹി. മുനികളെ കൊണ്ട്, മഹർഷിമാർ, വ്യാസൻ, ധൗമ്യൻ മുതലായിട്ടുള്ള മഹർഷിമാർക്ക് അവിടെയുണ്ട്, അവരെ കൊണ്ട്. ഭൂതേഷു അപ്രതിക്രിയാം കാലസ്യഗതിം ദർശയൻ. ജീവജാലങ്ങളിൽ അപ്രതിക്രിയാം കാലസ്യഗതിം. ജീവജാലങ്ങൾക്ക് കാലത്തിന്റെ ഗതിക്ക് ഒരു തരത്തിലും പ്രതിക്രിയ ചെയ്യാൻ സാധിക്കുകയില്ല. അതിന് ഒരു തരത്തിലുള്ള പ്രതിവിധി ചെയ്യാൻ സാധിക്കില്ല. കാലം എങ്ങനെയാണോ എങ്ങോട്ടാണോ നമ്മളെ നയിക്കുന്നത് അതുവഴി പോവുക എന്ന് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. നമ്മൾക്ക് മനുഷ്യർ, ഏറ്റവും ബുദ്ധിശാലികളായ മനുഷ്യർക്കും എന്തൊക്കെ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചാലും എന്തൊക്കെ നൂതനമായ ആവിഷ്കാരങ്ങൾ കണ്ടെത്തിയാലും മരണത്തെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. മരണത്തിന് നമ്മൾ മരുന്ന് കണ്ടെത്തിയിട്ടില്ല, മരിക്കാതിരിക്കാനുള്ള യന്ത്രം കണ്ടെത്തിയിട്ടില്ല, മരിക്കാതിരിക്കാനുള്ള ഒരു ഉപായവും കണ്ടെത്തിയിട്ടില്ല, ഇന്നും കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മറ്റ് ജീവജാലങ്ങളുടെ കാര്യം പറയാനുമില്ല. മനുഷ്യരാണെങ്കിൽ കുറച്ച് ചികിത്സ കൊണ്ടും മറ്റും ആയുസ് കുറച്ച് നീട്ടിയെന്ന് വെക്കാം. മറ്റ് ജീവജാലങ്ങൾക്ക് അതും സാധ്യമല്ല. അപ്പോൾ ജീവജാലങ്ങൾക്ക് ഒരിക്കലും പ്രതിവിധി ചെയ്യാൻ പറ്റാത്തതായ കാലത്തിൻ്റെ ഗതിയെയും ദർശയൻ കാണിച്ചു കൊടുത്തിട്ട് സാന്ത്വയാമാസ, സാന്ത്വനിപ്പിച്ചു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവരൊക്കെ തന്നെ ആശ്വസിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ നേരിട്ട് ആശ്വസിപ്പിച്ചതുകൊണ്ട് അല്ലാതെ ശ്രീകൃഷ്ണ ഭഗവാൻ വ്യാസൻ, ധൗമ്യൻ, കൃപര് മുതലായിട്ടുള്ള മഹർഷിമാരെ കൊണ്ട് അവരെ ആശ്വസിപ്പിച്ചതായിട്ടും കാണാൻ സാധിക്കും. മഹാഭാരതത്തിൽ വളരെ നാടകീയമായിട്ട് പല രംഗങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ ധൃതരാഷ്ട്രർ തൻ്റെ മക്കൾ മരിച്ചതിന് ദുഃഖത്തോടുകൂടി ഇരിക്കുന്ന ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് പാണ്ഡവന്മാർ വളരെ ഭയചകിതരായിട്ടാണ് ചെന്നത്. ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയുടെയും മുന്നിൽ ചെന്ന സമയത്ത് ധൃതരാഷ്ട്രർ ആദ്യം പറഞ്ഞെന്താണ്? എനിക്ക് ഭീമനെ ഒന്ന് ആലിംഗനം ചെയ്യണമെന്ന് പറഞ്ഞു. പ്രസിദ്ധമായ കഥയാണ്. ഭീമനെ ആലിംഗനം ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? സ്നേഹം കൊണ്ടല്ല. തൻ്റെ 100 മക്കളെയും അടിച്ചു കൊന്നവനായ ഭീമനെ തൻ്റെ കയ്യിൽ കിട്ടിയാൽ ആ ഞെരിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അതീവ ബലവാനുമാണ്. 10,000 ആനകളുടെ ശക്തിയുള്ള ആളാണ് ധൃതരാഷ്ട്രർ. ആ ധൃതരാഷ്ട്രയുടെ കയ്യിൽ നിന്നും ഭീമന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഭീമനും 10,000 ആനകളുടെ ശക്തി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ധൃതരാഷ്ട്രർ പ്രതികാരവാഞ്ച ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശക്തി ഭീമന്റെ 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീമനെ ഞെരിച്ചു കൊല്ലാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ധൃതരാഷ്ട്രർ എന്ത് പറഞ്ഞത്? ഭീമ, നീ എവിടെ? ഞാനൊന്ന് ആലിംഗനം ചെയ്യട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഭീമൻ അദ്ദേഹത്തിന് അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹം ത്രികാലജ്ഞാനിയാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? അതിനടുത്ത് തന്നെ ഭീമസേനന്റെ ഒരു ഉരുക്ക് പ്രതിമയുണ്ടായിരുന്നു. എന്തിനാണ് ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലെ ഉരുക്ക് പ്രതിമ വെച്ചിരിക്കുന്നത്? 13 വർഷക്കാലം ദുര്യോധനൻ ഭീമനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പരിശീലനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഭീമന്റെ ഉരുക്ക് കൊണ്ടുള്ള പ്രതിമ ഉണ്ടാക്കിയിട്ട് ഗദ കൊണ്ട് അതിനെ അടിച്ചാണ് അദ്ദേഹം പരിശീലനം ചെയ്തത്. അങ്ങനെ ആ അടികൊണ്ട്, ഈ ദുര്യോധന്റെ അടികൊണ്ട് നിന്നിരുന്ന ഭീമന്റെ പ്രതിമ മെല്ലെ ധൃതരാഷ്ട്ര മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അതുകൊണ്ട് എന്തുണ്ടായി? ഈ ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്തപ്പോൾ ആ ഉരുക്ക് പ്രതിമ പൊടിഞ്ഞു പോയി. ഉരുക്ക് പ്രതിമയുടെ സ്ഥാനത്ത് ഭീമൻ ആയിരുന്നെങ്കിൽ ഭീമന്റെ ഞെരിഞ്ഞമർന്ന ജഡം മാത്രമേ പാണ്ഡവർക്ക് കിട്ടുമായിരുന്നുള്ളൂ. തക്ക സമയത്ത് ഭഗവാൻ ഇടപെട്ടത് കൊണ്ട് ഭീമന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ, ധർമാധർമ്മ യുദ്ധങ്ങളിൽ ധൃതരാഷ്ട്രർ ആരുടെ പക്ഷത്തായിരുന്നു? തൻ്റെ മക്കളുടെ പക്ഷത്തായിരുന്നു. ധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നോ? അല്ല, അധർമ്മത്തിൻ്റെ പക്ഷത്തായിരുന്നു.
മക്കളൊക്കെ ഈ അധർമ്മത്തിന്റെ ഫലമായിട്ടാണ് മക്കൾ ചത്തുപോയത് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടായോ? പശ്ചാത്താപം ഉണ്ടായില്ല. താപം ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? തൻ്റെ മക്കൾ മരിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ കൊന്നവരോടുള്ള പ്രതികാര ബുദ്ധി ഉണ്ടായിരുന്നു. ഈ പ്രതികാര ബുദ്ധി ഇദ്ദേഹത്തിന് ഈ ഉള്ളിലുള്ള ഈ ദുഷ്ടതയ്ക്കെതിരെ നിരന്തരമായിട്ട് ഭീമൻ പ്രതികരിച്ചു കൊണ്ടുമിരുന്നു. അദ്ദേഹത്തിന് അന്നം കൊടുക്കുന്ന സമയത്ത്, ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ തന്നെ നിന്റെ ഓരോ മക്കളെയും അടിച്ച് ചതച്ച് കൊന്നതായ എൻ്റെ ഈ ബലിഷ്ഠമായ കൈകളെ കൊണ്ടാണ് നിന്റെ ഇന്ന മകനെ ഞാൻ കൊന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കൈ കൊണ്ട് ഭക്ഷണം ഉരുട്ടിയും ഭീമൻ കൊടുത്തിരുന്നത്. അതൊക്കെ പിന്നീട് നടന്ന കഥ. ഏതായാലും ധൃതരാഷ്ട്രരുടെ ആലിംഗനം ഗാന്ധാരി ഈ മക്കൾ മരിച്ചതെല്ലാം ദുഃഖത്തോടു കൂടിയും രോഷത്തോടു കൂടിയിട്ടും പാണ്ഡവന്മാരെ ശപിക്കാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ശപിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് സാക്ഷാത് വേദവ്യാസൻ വന്നിട്ട് പറഞ്ഞു, രണ്ട് കാര്യങ്ങളെ കൊണ്ട് നീ അവരെ ശപിക്കാൻ പാടില്ല. ഒന്ന്, അവർ 13 വർഷം എല്ലാം സഹിച്ചുകൊണ്ട് സഹനശക്തിയോട് കൂടിയിട്ട് ഈ അധർമ്മമൊക്കെ സഹിച്ച് അവർ മാറി നിന്നത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ മുമ്പേ തന്നെ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു യുദ്ധം വന്ന് വലിയ ആൾനാശം ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്ക് കേട്ടിട്ട് യുധിഷ്ഠിര മഹാരാജാവ് 13 വർഷം ക്ഷമിച്ച ആളാണ്. നിന്റെ മക്കളുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് ഈ ആൾനാശം ഉണ്ടായത്, അവർക്ക് നാശമുണ്ടായത് എന്ന കാര്യം നീ അറിയണം. ഒന്ന്. രണ്ടാമത്, ഓരോ ദിവസവും ദുര്യോധനൻ നിന്റെ അടുത്ത് വന്ന് നമസ്കരിക്കുമ്പോൾ നീ അറിഞ്ഞോ അറിയാതെയോ യഥോ ധർമ്മസ്തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ട് എന്ന് നീ അനുഗ്രഹിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം അസത്യമാകരുത്. അത് ഗാന്ധാരി മാത്രമാണ് പറഞ്ഞതല്ല, വ്യാസനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് നിരവധി ആളുകൾ, അർജുനൻ പറഞ്ഞിട്ടുണ്ട്, വിതുരർ പറഞ്ഞിട്ടുണ്ട്, മറ്റനേകം ആളുകൾ മഹാഭാരതത്തിൽ അംഗീകാരമായിട്ട് ഈ വാക്യം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധാരി കണ്ടുപിടിച്ചതൊന്നുമല്ല. അങ്ങനെ എല്ലാവരും പറയുന്ന ഒരു അനുഗ്രഹം, യുദ്ധസമയത്ത് തൻ്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് അക്കാലത്ത് മുതിർന്ന ആളുകൾ പറഞ്ഞിരുന്ന ഒരു വാക്യമാണ് യഥോ ധർമ്മസ്തതോ ജയ എന്നുള്ളത്. അന്ന് പ്രസിദ്ധമായൊരു വാക്യമാണ്. അത്രേ അതിനെ നമ്മൾ മനസ്സാക്കേണ്ടതുള്ളൂ. ഏതായാലും അതുകൊണ്ട് നീ ശപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്, വ്യാസൻ പറഞ്ഞതുകൊണ്ട് ഗാന്ധാരി ശപിക്കാതിരുന്നു. വ്യാസന്റെ അനുഗ്രഹം കൊണ്ടാണ് 100 മക്കൾ ഉണ്ടായതൊക്കെ. അപ്പോൾ പക്ഷേ ഗാന്ധാരി എന്ത് ചെയ്തു? ഗാന്ധാരിയുടെ ക്രോധം ശമിച്ചില്ല, ശപിക്കാതിരുന്നു എന്ന് മാത്രം. ക്രോധം ഉള്ളിലുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവെന്തായിരുന്നു? അവർ എത്രയോ കാലമായിട്ട് കല്യാണം കഴിഞ്ഞത് മുതൽ കണ്ണ് കെട്ടിയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ആ കണ്ണ് കെട്ടിയ തുണിക്കിടയിലൂടെ അവർ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വിടവിലൂടെ ആ കണ്ണ് എവിടെ പതിച്ചു? യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലിലേക്ക് അവർ നോക്കി. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കാലിൻ്റെ നഖങ്ങൾ അതുകൊണ്ട് കരിഞ്ഞുപോയി. അപ്പോൾ കണ്ണ് കെട്ടിയിരുന്നെങ്കിലും ആ കണ്ണ് കെട്ടിയതിൻ്റെ വിടവിലൂടെ അവർ യുധിഷ്ഠിരന്റെ കാലിലേക്ക് നോക്കി. മുഖത്തേക്ക് നോക്കിയാൽ മുഖം കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ഭസ്മമായി പോകും. കാലിലേക്കാണ് നോക്കിയത്. ആ നോക്കിയ ഭാഗത്ത് കാലിലെ നഖങ്ങൾ കുനഖമായി മാറി, കുൽസിതമായ നഖമായി മാറി, കുഴിനഖം പോലെ അത് ആ നഖം നശിച്ചു പോവുകയും ചെയ്തു എന്ന് അവിടെ വ്യാസൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഗാന്ധാരിയുടെ ഉള്ളിൽ എല്ലാ കാലത്തും പാണ്ഡവന്മാരോട് വിദ്വേഷമുണ്ടായിരുന്നു. മക്കൾ മരിച്ചപ്പോൾ ആ വിദ്വേഷം 10 മടങ്ങ് വർദ്ധിക്കുകയും ശപിക്കാൻ വ്യാസൻ സമ്മതിച്ചില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം നോക്കിയിട്ട് കണ്ണിൻ്റെ ആ രശ്മികള് പതിച്ചെടുത്ത് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. അത് ഗാന്ധാരിയുടെ സ്വഭാവം കാണിക്കുന്നു. മറ്റൊന്ന്, അനേകം സ്ത്രീകൾ ആ ഗാന്ധാരി ശ്രീകൃഷ്ണ ഭഗവാനെ ശപിക്കുന്നതും 36 സംവത്സരങ്ങൾ കഴിഞ്ഞാൽ യാദവകുലവും ഇതുപോലെ മുടിഞ്ഞു പോകുമെന്ന് ഗാന്ധാരി ശപിച്ചതും ആ ശാപത്തെ ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി സുസ്മേരവദനായിട്ട് സ്വീകരിച്ചതും മഹാഭാരതത്തിലെ ചരിത്രം. കർണൻ സഹോദരനായിരുന്നു എന്നുള്ളത് കുന്തിദേവി പറയുന്നത് ഈ ഉദകക്രിയാ സമയത്താണ്. അതറിഞ്ഞ് പാണ്ഡവന്മാർക്ക് വലിയ ദുഃഖമുണ്ടാകുന്ന ഒരു സന്ദർഭമാണ്. പ്രത്യേകിച്ച് യുധിഷ്ഠിര മഹാരാജാവ് സ്ത്രീകൾക്കൊക്കെ ഒരു ശാപം കൊടുക്കുന്നു. ഇനി മുതൽ സ്ത്രീകൾക്ക് ഒരു രഹസ്യവും ഉള്ളിൽ നിൽക്കാതെ പോകട്ടെ, രഹസ്യം അറിയാതെയെങ്കിലും അവർ പറഞ്ഞു പോകട്ടെ എന്നൊരു ശാപം സ്ത്രീകൾക്ക് കൊടുത്തു എന്നും വ്യാസൻ അവിടെ മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു രംഗങ്ങളൊക്കെ ഈ സന്ദർഭത്തിലാണ് എന്ന് നമ്മൾ ഓർക്കുക. അങ്ങനെ ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശം കൊടുക്കുന്നു. അർജുനൻ ഈ യുധിഷ്ഠിര മഹാരാജാവ് യുദ്ധം കഴിഞ്ഞ് അതീവ ദുഃഖിതനായിട്ട് രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാതെ നിരാശനായിട്ടിരുന്ന സമയത്ത് അർജുനാദി സഹോദരന്മാരൊക്കെ അദ്ദേഹത്തിന് ഉപദേശങ്ങൾ കൊടുത്തു. ആ ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സമാധാനം നൽകിയില്ല, സാന്ത്വനം നൽകിയില്ല എന്ന് കേട്ടപ്പോഴാണ് ഭഗവാനോട് അർജുനൻ പ്രാർത്ഥിക്കുന്നതും ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശം കൊടുക്കുന്നതുമായ ആ ഒരു ഭാഗം. അപ്പോൾ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ
നാരദ നാരദ സൃഞ്ജയ വാക്യം. നാരദനും സൃഞ്ജയനും തമ്മിലുള്ള സംഭാഷണത്തെ ആണ് ഭഗവാൻ അവിടെ അവതരിപ്പിച്ചത്. ഭഗവാൻ ആ സമയത്ത് ഈ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ഒരു ഭാവം, ഭഗവാന്റെ ആ ഒരു രൂപവും ഒക്കെ തന്നെ വ്യാസൻ ഭംഗിയായി മഹാഭാരതത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ബാല്യാത് പ്രഭതി ഗോവിന്ദോ പ്രീത്യാഭ്യധികോ അർജുനാത്. ശ്രീകൃഷ്ണ ഭഗവാനോട് ഉപദേശിക്കാൻ പറയാൻ കാരണം എന്താണ്? ബാല്യകാലം മുതൽക്കേ തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് അർജുനനേക്കാൾ പ്രിയം ശ്രീകൃഷ്ണ ഭഗവാനോടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് വേണ്ടത്. നമുക്കൊക്കെ അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ ഏറ്റവും അടുത്ത ആളിനേക്കാൾ, ഏറ്റവും അടുത്ത ബന്ധുവിനേക്കാൾ ശ്രീകൃഷ്ണ ഭഗവാനോടാണ് നമുക്ക് താല്പര്യം വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ ആശ്രയം ഉണ്ടാവുകയുള്ളൂ. സംപ്രഗൃഹ്യ മഹാബാഹുർഭുജം ചന്ദനഭൂഷിതം ശൈലസ്തംഭോപമം ശൗരിരുവാചാഭിവിനോദയൻ. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെയാണ് ആ പാണ്ഡവരാജാവിന്, പാണ്ഡവശ്രേഷ്ഠന്, പാണ്ഡവജ്യേഷ്ഠന് ഉപദേശം കൊടുത്തത്? സംപ്രഗൃഹ്യ മഹാബാഹുർഭുജം ചന്ദനഭൂഷിതം. അദ്ദേഹത്തിന്റെ ചന്ദനം പൂശിയ അദ്ദേഹത്തിന്റെ കൈകൾ തൻ്റെ കൈകൊണ്ട്, മഹാബാഹുവായ കൃഷ്ണൻ തൻ്റെ കൈകൊണ്ട് വിശേഷമായി നല്ല രീതിയിൽ പിടിച്ചിട്ട് ശൈലസ്തംഭോപമം ശൗരിഹി, ശൈലസ്തംഭം ഒരു ശിലയുടെ, കല്ലിന്റെ സ്തംഭം, കൽ തൂണ് പോലെ ബലിഷ്ഠവും വലുതുമായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവിൻ്റെ കൈകളെ സ്വന്തം കൈകൊണ്ട് വേണ്ട രീതിയിൽ അമർത്തി പിടിച്ചിട്ട് ഭഗവാൻ ശൗരി ഇങ്ങനെ പറഞ്ഞു, അഭിവിനോദയൻ ഉവാച. അദ്ദേഹത്തെ വിനോദിപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ആനന്ദം ജനിപ്പിക്കുന്ന വിധത്തിൽ ഭഗവാൻ പറഞ്ഞു എന്നാണ്. മനോഹരമായൊരു ചിത്രമാണ് വ്യാസൻ അവിടെ വരച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം. മാ കൃഥാ പുരുഷ വ്യാഘ്രശോകം ത്വം ഗാത്രശോഷണം നഹിതേ സുലഭാ ഭൂയോ യേ ഹതാസ്മിൻ രണാജിരേ. അല്ലയോ പുരുഷവ്യാഘ്ര, പുരുഷസിംഹമേ, അങ്ങ് ദുഃഖിക്കരുത്. ഗാത്രശോഷണം, ശരീരത്തെ ശോഷിപ്പിക്കുന്നതായ ദുഃഖത്തെ അങ്ങ് സ്വീകരിക്കരുത്. അത് ഈ മരണം, ഇപ്പോൾ മരിച്ച രാജാക്കന്മാരുടെ മരണം വളരെ സുലഭമല്ല, എല്ലാവർക്കും കിട്ടുന്നതല്ല. ഇങ്ങനെ ഒരു മഹായുദ്ധത്തിൽ മരിച്ചു വീഴുക എന്ന് പറയുന്നത് ക്ഷത്രിയന്മാർക്ക് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് അവരുടെ ആ ഭാഗ്യത്തെ ഓർത്ത് അങ്ങ് സന്തോഷിക്കുകയാണ് വേണ്ടത്. മക്കളായാലും ശരി, മരുമക്കളായാലും ബന്ധുജനങ്ങളായാലും മുതിർന്ന ആളുകളായാലും അവരുടെ മരണത്തിൽ അഭിമാനം കൊള്ളണം, സന്തോഷിക്കണം. കാരണം ക്ഷത്രിയന്മാരുടെ ജീവിതം സഫലമാകുന്നത് യുദ്ധത്തിൽ വീണ് മരിക്കുമ്പോഴാണ്. എല്ലാവരും വീരസ്വർഗം നേടിയിരിക്കുന്നു, ക്ഷാത്രധർമ്മത്തെ അവർ അനുഷ്ഠിച്ചിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ വരികൾ. അങ്ങനെ ഭഗവാൻ ആ ഉപദേശത്തിൽ നിരവധി രാജാക്കന്മാരെ ഉദ്ധരിക്കും. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ, മരിച്ചുപോയ രാജാക്കന്മാരെ, ക്ഷത്രിയ ഋഷഭന്മാരെ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ നിരവധി ആളുകളുടെ പേര് പറയുന്നു. വീരന്മാരായിട്ടുള്ള മരുത്തൻ, ലോകം അടക്കി ഭരിച്ച മരുത്തൻ എന്ന രാജാവ്, സുഹോത്രൻ, ഭരതൻ എന്ന ചക്രവർത്തി, ദാശരഥി രാമൻ, ദശരഥപുത്രനായ രാമൻ, യുവനാശ്വൻ എന്ന് പറയുന്ന രാജാവ്, മാന്ധാതാവ് എന്ന പരാക്രമിയായ രാജാവ്, യയാതി, അംബരീഷൻ, ഗയൻ, ശശബിന്ദു മുതലായിട്ടുള്ള മഹാവീരന്മാരും ധാർമ്മികന്മാരുമായ പരാക്രമികളായിട്ടുള്ള ആ രാജാക്കന്മാരൊക്കെ എന്ത് സംഭവിച്ചു? സജേന്മമാര സൃഞ്ജയം ചതുർഭദ്രതരസ്ത്വയാ പുത്രാൻ പുണ്യതരശ്ചൈവ മാ പുത്രമനുതപ്യഥ. സൃഞ്ജയൻ എന്ന രാജാവ് മരിച്ചുപോയ തന്റെ മകനെ ഓർത്ത്, യുദ്ധത്തിൽ മരിച്ച തന്റെ മകനെ ഓർത്ത് വിലപിക്കുമ്പോൾ നാരദ മഹർഷി ആശ്വസിപ്പിച്ച കാര്യമാണ് ഭഗവാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതെങ്കിലും ആ ഉപദേശം യുധിഷ്ഠിര മഹാരാജാവിനും ഇപ്പോൾ അവിടെ ബാധകമാണ്, സാധകമാണ് എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞത്. സജയന്മമാര, ഓരോ രാജാവിന്റെ കഥ പറയും, അദ്ദേഹത്തിന്റെ ശൗര്യം എന്താണ്, പരാക്രമം എന്താണ് പറഞ്ഞിട്ട് അദ്ദേഹവും മരിച്ചു മഹാരാജാവേ സൃഞ്ജയ. അവൻ എങ്ങനെയായിരുന്നു ആ വ്യക്തി? ചതുർഭദ്രതരസ്തുയ, നിന്നേക്കാൾ 4 ഇരട്ടി നന്മയുള്ളവരായിരുന്നു, നിന്നേക്കാൾ 4 ഇരട്ടി പുണ്യം ചെയ്തവരായിരുന്നു ആ രാജാക്കന്മാർ. എന്നിട്ടോ പുത്ര പുണ്യതരശ്ചൈവ, നിന്റെ മകനേക്കാൾ പുണ്യം ചെയ്തവരായിരുന്നു ആ രാജാവ്. ആര്? മരുത്തനായാലും സുഹോത്രനായാലും ഭരതനായാലും മാന്ധാതാവായി കഴിഞ്ഞാലും രാമനായാലും ഇവരൊക്കെ പുണ്യം കൂടുതൽ ചെയ്തവരാണ്. എന്നിട്ടും അവർ മരിച്ചുപോയി, യുദ്ധത്തിൽ അവർ മരിച്ചുപോയി, അല്ലെങ്കിൽ അവർ മരിച്ചുപോയി. ആരും മരിക്കാതിരിക്കുകയില്ല എന്ന തത്വമാണ് പറയുന്നത്. അതുകൊണ്ട് മാ പുത്രം അനുതപ്യഥാഹ, അതുകൊണ്ട് നീ പുത്രനെ ഓർത്ത് പരിതപിക്കരുത്, ദുഃഖിക്കരുത് എന്ന് ഉപദേശിച്ച ഓരോ രാജാവിനെയും വിശദീകരിച്ചുകൊണ്ട് അവിടെ പറയുന്നത് മാ പുത്രം അനുതപ്യഥാഹ, പുത്രാത് പുണ്യതരശ്ചൈവ മാ പുത്രം അനുതപ്യഥ എന്ന വരികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നാരദ മഹർഷിയുടെ ഉപദേശം, സൃഞ്ജയന് കൊടുത്ത ഉപദേശമാണ് ഭഗവാൻ അവിടെ ആവർത്തിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.
സാന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു അറിവാണ്. മഹാഭാരത സംബന്ധമായ ഒരു അറിവ് നമുക്ക് ഭാഗവത പഠനത്തിന് വളരെ സഹായിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അത് അവതരിപ്പിച്ചത്. തുടർന്ന് നമുക്ക് അടുത്ത രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. 5ഉം 6ഉം ശ്ലോകങ്ങളെ നമുക്ക് ഒരുമിച്ച് അന്വയിക്കേണ്ടതാണ്. ആ രണ്ട് ശ്ലോകങ്ങളെയും ഇവിടെ വിചാരം ചെയ്യാം. സാധയിത്വാജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം ഘാതയിത്വാസതോ രാജ്ഞഃ കജസ്പരിഷക്ഷതായുഷ യാജയിത്വാശ്വമേധൈസ്തം ത്രിഭിരുത്തമകൽപകൈഃ തദ്യശഃ പാവനം ദിക്ഷു ശതമന്യോരിവാതനോത്. സാധയിത്വാജാതശത്രോ സ്വം രാജ്യം കിതവൈർഹൃതം ഘാതയിത്വാസതോ രാജ്ഞഃ കജസ്പരിഷക്ഷതായുഷ യാജയിത്വ ആശ്വമേധൈസ്തം ത്രിഭിരുത്തമകൽപകൈഃ തദ്യശപാവനം ദിക്ഷു ശതമന്യോരിവാതനോത്. രണ്ട് ശ്ലോകങ്ങളാണ്, ഒരുമിച്ചാണ് അന്വയിക്കേണ്ടത്. ഖിതവൈഹി ഹൃതം അജാതശത്രോഹോ സ്വം രാജ്യം സാധയിത്വ കജസ്പർശക്ഷതായുഷഃ അസതഃ രാജ്ഞഃ ഘാതയിത്വ ഉത്തമകൽപകൈഃ ത്രിഭിഃ അശ്വമേധൈഃ തം യാജയിത്വ പാവനം തദ്യശഃ ശതമന്യോഃ ഇവ ദിക്ഷു ആതനോത്. ഖിതവൈഃ ഹൃതം അജാതശത്രോഃ സ്വം രാജ്യം. ഖിതവൈഃ കള്ളച്ചൂത് കളിച്ചവർ, കള്ളന്മാർ എന്നും കപടമായ ദൂതൻ ചൂത് കളിക്കുന്നവരുമായ ആളുകളാൽ ഹൃതം അപഹരിക്കപ്പെട്ട അജാതശത്രോഹ സ്വം രാജ്യം, അജാതശത്രുവിൻ്റെ സ്വന്തം രാജ്യം. അജാതശത്രു എന്ന് വെച്ചാൽ ശത്രു ന ജാതഃ യസ്യ സ അജാതശത്രു. ആർക്കാണ് ശത്രുക്കൾ ജനിക്കാത്തത്? യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഒരു പേരാണ് അജാതശത്രു. ഒരിക്കലും അദ്ദേഹത്തിന് ശത്രു ഉണ്ടാകാറില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം നല്ലതായിരുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള അജാതശത്രുവിന് കള്ളന്മാരായ കള്ളക്കളിക്കാരാൽ രാജ്യം അപഹരിക്കപ്പെട്ടു, സ്വന്തം രാജ്യം അപഹരിക്കപ്പെട്ടു. ആ രാജ്യത്തെ എന്ത് ചെയ്തു ഭഗവാൻ? സാധയിത്വ, അതിനെ നേടിക്കൊടുത്തിട്ട്, എന്നിട്ടോ ഖജസ്പർശക്ഷതായുഷഃ അസതഃ രാജ്ഞഃ ഘാതയിത്വ കൊല്ലിച്ചിട്ട്. ആരെ കൊല്ലിച്ചിട്ട്? ഖജസ്പർശക്ഷതായുഷഃ, ഖജസ്പർശം കൊണ്ട് ക്ഷതമായ ആയുസ്സോട് കൂടിയവർ. ഖജം എന്ന് വെച്ചാൽ മുടി, മുടിയെ സ്പർശിച്ചതുകൊണ്ട് ആയുസ് കുറഞ്ഞവരായ ആളുകളുടെ. അതാരാണ്? ദുശാസനനാണ് പാഞ്ചാലിയുടെ മുടിയിൽ തൊട്ടത്, ഖജസ്പർശം ചെയ്തത്. എങ്കിലും ദുശാസനൻ മുടിയിൽ സ്പർശിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചവരും അതിന് ആജ്ഞ കൊടുത്തവരും ആ സമയത്ത് കളിയാക്കി ചിരിച്ചവരും അതിനെ അനുമോദിച്ചവരുമായ 100 ആളുകൾ, ദുര്യോധനന്റെ സഹോദരന്മാരായിട്ടുള്ള ആളുകളും അവിടെ ഉണ്ടായിരുന്ന ഭീഷ്മര്, ദ്രോണര്, കൃപര്, അശ്വത്ഥമാവ്, കർണൻ മുതലായിട്ടുള്ള മറ്റ് രാജാക്കന്മാരും മറ്റ് അവരുടെ ബന്ധുക്കളായിട്ടും ആ സഭയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയും അതോടൊപ്പം അവരുടെ കൂടെ യുദ്ധത്തിന് വന്നു ചേർന്ന 11 അക്ഷൗഹിണി സൈന്യങ്ങളും ഒക്കെ ഈ വലിയ കുറ്റത്തിന്, വലിയ മഹാപാതകത്തിന് സാക്ഷികളോ സഹായികളോ ആയിട്ടുള്ളവരൊക്കെ തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ പത്നിമാർക്ക്, അത് വേറൊരിടത്ത് പറയുന്നു, അവരുടെ പത്നിമാർ ഒരിക്കലും മുടി കെട്ടാൻ പറ്റാത്തവരായി. വിധവകൾ മുടി കെട്ടാറില്ല. അപ്പോൾ വേറൊരു ഭാഗത്ത് അർജുനൻ പറയുന്നുണ്ട്, ഹതേശ വിമുക്ത കേശാഹ, അവരൊക്കെ തന്നെ യസ്തൽ സ്ത്രീയോ ഹതേശ വിമുക്ത കേശാഹ, അവരുടെ സ്ത്രീകൾ, അവരുടെ ഭാര്യമാർക്ക് ഒരിക്കലും പാഞ്ചാലിയുടെ മുടികെട്ട് അഴിച്ചു, പാഞ്ചാലി പിന്നീട് മുടി കെട്ടിയിട്ടില്ല. ആ ചെയ്ത ആളിനോട് പ്രതികാരം ചെയ്ത ശേഷമേ മുടി കെട്ടുകയുള്ളൂ എന്ന് പാഞ്ചാലി സത്യം ചെയ്തു. അത് ഭീമസേനൻ സാധിച്ചു കൊടുത്തു. ആ ദുശാസനെ വധിച്ച് അദ്ദേഹത്തിന്റെ കുടൽമാലയൊക്കെ പുറത്തെടുത്തിട്ടാണ് രക്തപാനമൊക്കെ ചെയ്യുന്നതായിട്ടുള്ള രംഗം പറയുന്നുണ്ട്. അപ്പോ അവിടെ എന്ത് സംഭവിച്ചു? അതിന് കൂട്ടുനിന്ന രാജാക്കന്മാരുടെ സ്ത്രീകൾക്ക് പിന്നീട് ഒരിക്കലും മുടി കെട്ടാൻ സാധിച്ചില്ല. പാഞ്ചാലി 13 വർഷം കഴിഞ്ഞപ്പോൾ മുടി കെട്ടി, രക്തപങ്കിലമായ കൈകൊണ്ട് ഭീമൻ മുടി കെട്ടിക്കൊടുത്തു. പക്ഷേ ആ രാജാക്കന്മാരുടെ പത്നിമാർ പിന്നീട് ഒരിക്കലും മുടി കെട്ടിയില്ല. കാരണം അവർ വിധവകളായതുകൊണ്ട് മുടി കെട്ടിവെക്കാൻ പറ്റില്ല. അത് അന്നത്തെ നടപ്പാണ്. അങ്ങനെ ഖജസ്പർശം, ഇവിടെ ഒരു സ്ത്രീയുടെ മുടിയിൽ തൊട്ടതേയുള്ളൂ, അവരുടെ ആയുസ് ക്ഷയിച്ചു പോയി എന്ന് പറയുന്നു. അപ്പം നമ്മുടെ നാട്ടിലെ നീതി നടപ്പിലാക്കുന്ന, നിയമം നടപ്പിലാക്കുന്ന സ്വഭാവം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. സ്ത്രീകളെ തൊട്ട് കഴിഞ്ഞാൽ, സ്ത്രീകളുടെ മുടിയിൽ തൊട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അവരുടെ ആയുസ് ക്ഷയിച്ചു പോകും എന്നുള്ള ഒരു ധർമ്മ വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ആയുസ് നഷ്ടപ്പെട്ടവരായ അസതഃ രാജ്ഞഃ, അസത്തുക്കളായ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ഘാതയിത്വ,
അവർക്ക് ഈ പാഞ്ചാലിയുടെ മുടി തൊട്ടപ്പോൾ തന്നെ അവരുടെ ആയുസ് ക്ഷയിച്ചു. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭീമാർജുനന്മാരാലും അല്ലെങ്കിൽ പാണ്ഡവന്മാരാൽ അവരെയൊക്കെ തന്നെ കൊല്ലിച്ചു. അങ്ങനെ കൊല്ലിച്ചിട്ട് തം തം ത്രിഭിഹി അശ്വമേധൈഹി തം യാചയിത്വ 3 അശ്വമേധങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് യാഗം ചെയ്യിച്ചിട്ട് 3 അശ്വമേധ യാഗങ്ങൾ എന്ന് വെച്ചാൽ ഒരു അശ്വമേധ യാഗം ചെയ്യാൻ തന്നെ വലിയ പാടാണ്. അതിൻ്റെ സാമഗ്രികൾ സംഭരിക്കണം, യജ്ഞസംഭാരങ്ങൾ ഉണ്ടാക്കണം, ലോകത്തെ യുദ്ധം ചെയ്ത് കീഴടക്കണം, വലിയ ധനച്ചെലവൊക്കെ ഉണ്ട്. അങ്ങനെ 3 അശ്വമേധങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഭാഗവതത്തിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, പ്രത്യേകിച്ച് വംശീധര സ്വാമികൾ പറയുന്നു, ഇങ്ങനെയാണ്: ത്രിഭിഹി ഏകസ്മിന്നേവ യാഗേ ദ്വിഗുണദക്ഷിണദാതാദേകസ്യൈവ യാഗസ്യ ത്രിയാഗത്വം ജാതമിതി മഹാഭാരതേ അശ്വമേധ പർവണി. ഇദ്ദേഹം വംശീധര സ്വാമികൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം വായിച്ചപ്പോഴാണ് ഞാനും ഓർത്തത്. അത് അശ്വമേധ പർവ്വം എന്ന് പറയുന്ന മഹാഭാരതത്തിലെ ഒരു പ്രധാന പർവ്വത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒറ്റ യാഗമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും ആ ഒരു യാഗത്തിൽ തന്നെ ത്രിഗുണ ദക്ഷിണദാനാത് 3 ഇരട്ടി ദക്ഷിണ കൊടുത്തു. ഒരു യാഗത്തിൽ കൊടുക്കേണ്ട ദക്ഷിണയുടെ 3 ഇരട്ടിയാണ് അതിൻ്റെ ഋത്വിക്കുകൾക്ക് കൊടുത്തത്. ഒരു യാഗത്തിൽ ചെയ്യേണ്ടതായ ദക്ഷിണയുടെ അല്ലെങ്കിൽ ദാനം എല്ലാവർക്കും ദാനം ചെയ്യുമല്ലോ, ആ ദാനം 3 ഇരട്ടിയാണ് കൊടുത്തത്. അതുകൊണ്ട് ഒരു യാഗത്തിന് 3 യാഗത്തിന്റെ ഫലം കിട്ടി എന്ന് അശ്വമേധ പർവ്വത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു യാഗമേ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിൽ ഈ രീതിയിൽ എല്ലാം കയ്യയച്ച കൊണ്ടുള്ള ഒരു തരത്തിലുള്ള ലോപവും വരാത്ത രീതിയിൽ ദാനവും ദക്ഷിണയും ചെയ്തത് കൊണ്ട് അത് 3 യാഗങ്ങളുടെ ഫലം ചെയ്തു എന്നാണ് ഇവിടെ സൂചന എന്നാണ് വ്യാഖ്യാതാവായിട്ട് വംശീധര സ്വാമികൾ പറയുന്നത്. എങ്ങനെയായിരുന്നു യാഗം? അശ്വമേധൈഹി തം യാചയിത്വ ഉത്തമകൽപ്പകൈഹി ത്രിഭിഹി അശ്വമേധൈഹി എന്നാണ് പറഞ്ഞത്. ഉത്തമകൽപ്പകങ്ങളായ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്തത്, അതായത് സാമഗ്രോ യദ്വാ ഉത്തമ വ്യാസാദയ കാരയിതാരഹ യേഷു എന്ന് വംശീധര സ്വാമികൾ പറയുന്നുണ്ട്. ഉത്തമകൽപ്പക എന്ന് പറഞ്ഞാൽ ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ സാമഗ്രികളെ കൊണ്ട് ചെയ്തത് എന്നും ഏറ്റവും ശ്രേഷ്ഠനായ ഋത്വികളെ കൊണ്ട് വ്യാസൻ ധൗമ്യൻ മുതലായിട്ടുള്ള ഋഷിമാരെ കൊണ്ട് ചെയ്യിച്ചത് കൊണ്ട് ഏറ്റവും ഉത്തമരായ ആളുകളെ കൊണ്ട് ചെയ്യിച്ചത് കൊണ്ടും അത് ഉത്തമകൽപ്പകങ്ങളായ യാഗങ്ങളായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ള യാഗങ്ങളെ കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ യാഗം ചെയ്യിച്ചിട്ട് യജിപ്പിച്ചിട്ട് പാവനം തദ്യശഃ ശതമന്യോഹോ ഇവ ദിക്ഷു ആദനോത്. പാവനം തദ്യശഃ, പാവനമായ അദ്ദേഹത്തിന്റെ യശസ്സിനെ ശതമന്യോഹോ ഇവ, ശതമന്യു എന്ന് വെച്ചാൽ ഇന്ദ്രൻ എന്നാണ് അർത്ഥം. ശതമഖൻ 100 യാഗങ്ങൾ ചെയ്തവൻ. മഖം എന്ന് വെച്ചാൽ യാഗം. മന്യുഹു എന്ന് വെച്ചാലും യാഗം എന്നൊരർത്ഥമുണ്ട്. മന്യു എന്ന ശബ്ദത്തിന് ക്രോധം, ശോകം, അഹങ്കാരം, ക്രതു എന്നൊക്കെ അർത്ഥമാണ്. ക്രതു എന്ന് വെച്ചാൽ യാഗം തന്നെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ അതിന് നാനാർത്ഥങ്ങളുണ്ട് ഈ മന്യു ശബ്ദത്തിന്. അപ്പം ഇവിടെ ശതമന്യു എന്ന് ഇന്ദ്രന് പേര് വരാൻ കാരണം 100 യാഗങ്ങൾ ചെയ്തത് കൊണ്ടാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അല്ലാതെയും വ്യാഖ്യാനങ്ങളുണ്ട്. വീരശതമന്യുരിന്ദ്ര എന്ന് ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. വീരനായിരിക്കുന്ന ഇന്ദ്രൻ വീരനും ശതമന്യുവുമാണ് എന്ന് ഋഗ്വേദത്തിലെ ഒരു മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശതമന്യു എന്ന് വെച്ചാൽ ഇന്ദ്രനാണ്. അപ്പോൾ 100 യാഗം ചെയ്ത ഇന്ദ്രനെ പോലെ ഈ യുധിഷ്ഠിര മഹാരാജാവിന്റെ യശസ്, പാവനമായ യശസ്സിനെ ഭഗവാൻ ദിക്കുകളിൽ വ്യാപിപ്പിച്ചു. ഇപ്പൊ പാണ്ഡവന്മാരുടെ യശസ് വർദ്ധിപ്പിച്ചത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ്. അതാണ് പറഞ്ഞു വരുന്നത്. അതാണ് ഭാഗവതത്തിന്റെ ഏറ്റവും മുഖ്യ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ധർമ്മ സംരക്ഷണം, ശ്രീകൃഷ്ണ ഭഗവാന്റെ നന്മകള്, ഗുണങ്ങള്, അദ്ദേഹത്തിന്റെ കീർത്തി, അദ്ദേഹത്തിന്റെ മാഹാത്മ്യമാണ് ഭാഗവതത്തിൽ പ്രധാനം. പാണ്ഡവന്മാർ ജയിച്ചത് പോലും ഭഗവാന്റെ കാരുണ്യം കൊണ്ടായിരുന്നു എന്ന് മഹാഭാരതവും പറയുന്നുണ്ട്, അതുപോലെ ഭാഗവതവും പറയുന്നുണ്ട്. അതുകൊണ്ട് പാണ്ഡവന്മാർ വീരന്മാരല്ല എന്നാണ് അർത്ഥം. അങ്ങനെയൊന്നും അർത്ഥമില്ല. ഭഗവാൻ ധർമ്മം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കും എന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി 7ഉം 8ഉം ശ്ലോകങ്ങൾ നമുക്ക് പരിശോധിക്കാം. 7ഉം 8ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് അന്വയിക്കേണ്ടവയായതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് അതിനെ വിലയിരുത്താം. ആമന്ത്ര്യ പാണ്ഡുപുത്രാംശ്ച ശൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈ പൂജിതൈ പ്രതിപൂജിത ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തീമുത്തരാം ഭയവിഹ്വലാം.
ആമന്ത്ര്യ പാണ്ഡുപുത്രാം ച ശൈനേയോദ്ധവ സംയുത ദ്വൈപായനാദിഭിർവിപ്രൈഃ പൂജിതൈഃ പ്രതിപൂജിതഃ ഗന്തും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിതഃ ഉപലേഭേऽഭിധാവന്തി മുത്തരാം ഭയവിഹ്വലാം. ഇപ്പോ ഹേ ബ്രഹ്മൻ, പാണ്ഡുപുത്രാൻ ആമന്ത്ര്യ ശൈനേയോദ്ധവ സംയുത പൂജിതൈഃ ദ്വൈപായനാദിഭിഃ പ്രൈഃ വിപ്രൈഃ പ്രതിപൂജിതഃ ദ്വാരകാം ഗന്തും കൃതമതിഃ രഥം ആസ്ഥിതഃ ഭയവിഹ്വലാം ഉത്തരാം അഭിധാവന്തി ഉപലേഭേ. ഇങ്ങനെയാണ് അന്വയം. രണ്ട് ശ്ലോകങ്ങൾ ചേർത്ത് അന്വയിക്കുമ്പോൾ വരിക. അല്ലയോ ബ്രഹ്മൻ, അല്ലയോ ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണ, ആരോട്? സൂതൻ ശൗനകാദി മഹർഷിമാർ ശൗനകനോട് പറയുകയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയാണ്, പാണ്ഡുപുത്രാൻ ആമന്ത്ര്യ, പാണ്ഡവന്മാരെ അവരോട് മന്ത്രണം ചെയ്തിട്ട് അവരുമായി കൂടിയാലോചന ചെയ്ത ശേഷം ശൈനേയോദ്ധവ സംയുത, ശൈനേയനോടും ഉദ്ധവനോടും കൂടിയവനായിട്ട്, ശൈനേയൻ എന്ന് വെച്ചാൽ ശനിയുടെ വംശത്തിൽ ജനിച്ച സാത്യകി എന്ന വീരനായ യാദവൻ, ഭഗവാന്റെ ഏറ്റവും വലങ്കൈയായിട്ടുള്ള ആളാണ് സാത്യകി. മറ്റേ ഉദ്ധവരും അതുപോലെയാണ്. ഉദ്ധവനും സാത്യകിയും രണ്ടും ഭഗവാന്റെ രണ്ട് കൈകളും പോലെ എന്നും കൂടെ നടക്കുന്നവരാണ്. അവരോടൊപ്പം ഭഗവാൻ പിന്നെ പൂജിതൈഃ ദ്വൈപായനാദിഭിഃ വിപ്രൈഃ പ്രതിപൂജിതഃ, പൂജിക്കപ്പെട്ടവരായ ദ്വൈപായനൻ മുതലായിട്ടുള്ള മഹർഷിമാരാൽ പ്രതിപൂജിക്കപ്പെട്ടവൻ എന്ന് വെച്ചാൽ, ആദ്യം ശ്രീകൃഷ്ണൻ ദ്വൈപായനൻ മുതലായിട്ടുള്ള വിപ്രന്മാരെ പൂജിച്ചു. ദ്വൈപായനൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ. അപ്പൊ ദ്വൈപായനാദിഭിഃ, ദ്വൈപായനൻ മുതലായവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ധൗമ്യൻ മുതലായിട്ടുള്ള ഋഷിമാര്. ധൗമ്യ മഹർഷി പാണ്ഡവന്മാരുടെ ഗുരുവാണ്, പുരോഹിതനാണ്. അദ്ദേഹവും വ്യാസനെ പോലെ ശ്രേഷ്ഠനാണ്. അപ്പൊ അവരെയൊക്കെ തന്നെ ഭഗവാൻ ചെന്ന് പൂജിച്ചു. അങ്ങനെ പൂജിക്കപ്പെട്ടവർ, ഭഗവാനാൽ പൂജിക്കപ്പെട്ടവരായ ആ മഹർഷിമാരെന്ത് ചെയ്തു? ഭഗവാനെ പ്രതിപൂജ ചെയ്തു. ഭഗവാൻ ഈശ്വരനാണ്, സർവേശ്വരനാണ്. ഭഗവാൻ മനുഷ്യധർമ്മം കാണിച്ചുകൊണ്ട് തങ്ങളെ പൂജിക്കുമ്പോൾ തങ്ങൾ ഭഗവാനെയും പൂജിക്കണം. കാരണം ഭഗവാനാണ് തങ്ങളെയും രക്ഷിക്കുന്നത്. അപ്പോൾ ആ മഹർഷിമാര് ഭഗവാനെയും പൂജിച്ചു, അല്ലെങ്കിൽ അതിനെ പ്രതിപൂജ, തിരിച്ചുള്ള പൂജയും ഏറ്റുവാങ്ങിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ദ്വാരകാം ഗന്തും കൃതമതിഃ, ദ്വാരകയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മനസ്സിനെ ചെയ്തവൻ, അതായത് തീരുമാനമെടുത്തവനായ ഭഗവാൻ രഥം ആസ്ഥിതഃ, രഥത്തിൽ കയറിയവനായിട്ട് നിൽക്കുമ്പോൾ എന്ത് കണ്ടു? ഭയവിഹ്വലാം ഉത്തരാം അഭിധാവന്തീം ഉപലേഭേ, ഭയവിഹ്വലായ, ഭയം കൊണ്ട് ഭയാർത്തയായ ഉത്തരയെ ഓടി വരുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ നേടി, അല്ലെങ്കിൽ പ്രാപിച്ചു, അല്ലെങ്കിൽ കണ്ടു എന്നർത്ഥം. ഇവിടെ ഭയന്ന് പറച്ച് ഓടി വരുന്ന ഉത്തര, ആരാണ് ഉത്തര? അഭിമന്യുവിൻ്റെ ഭാര്യയാണ്. അർജുനന്റെ മകനായ അഭിമന്യുവിൻ്റെ ഭാര്യയാണ്. വിരാട രാജാവിൻ്റെ മകളുമാണ് ഉത്തര. ഉത്തര വിധവയാണ്. അതുപോലെ യുദ്ധം നടക്കുന്ന സമയത്ത് അവൾ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണി ആയിട്ടുള്ള ഉത്തരയാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട് കണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ആ ഉത്തര ഭയത്തോടുകൂടി ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നത്. ആ ഉത്തര തന്നെ പറയുകയാണ്. അടുത്ത ശ്ലോകം ഉത്തരാവാക്യമാണ്. ഉത്തര പറയുകയാണ്, ഉത്തരോവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം ത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. എന്താണ് ഉത്തര പറയുന്നത്? ഉത്തര ഉവാച മഹായോഗിൻ ദേവദേവ ജഗത്പദേ പാഹി പാഹി ത്വദന്യം അഭയം ന പശ്യേ യത്ര പരസ്പരം മൃത്യുഹോ. അല്ലയോ മഹായോഗിയായിട്ടുള്ളവേ, അല്ലയോ ഭഗവാൻ യോഗി മാത്രമല്ല മഹായോഗിയാണ്, യോഗേശ്വരനാണ്, യോഗികളിൽ വെച്ച് ശ്രേഷ്ഠനാണ്. എന്താണ് യോഗിയുടെ ലക്ഷണം? അനാഗതമതീതം ച വർത്തമാനമതീന്ദ്രിയം വിപ്രകൃഷ്ടം വ്യവഹിതം സമ്യക് പശ്യന്തി യോഗിനഃ. കഴിഞ്ഞു പോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും നടപ്പിലുള്ള കാര്യങ്ങളും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത കാര്യങ്ങളെയും ഇപ്പോൾ ഓരോരുത്തരും ചെയ്യുന്നതുമായ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ട രീതിയിൽ, നല്ല രീതിയിൽ കാണുന്നവനത്രേ യോഗി എന്ന ശബ്ദത്തിന് അർത്ഥം. ഭഗവാനാകട്ടെ യോഗിയുമല്ല മഹായോഗിയാണ്. എന്ന് വെച്ചാൽ യോഗിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. അങ്ങനെയുള്ള അല്ലയോ മഹായോഗിൻ, ദേവദേവ ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ, ജഗത്പദേ ജഗത്തിനെ പാലിക്കുന്നവനെ, പാഹി പാഹി അങ്ങനെ പാലിക്കുന്നവനോടാണ് എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് 2 തവണ പറയുന്നത്. ത്വദന്യം അഭയം ന പശ്യേ, അങ്ങയിൽ നിന്നും അന്യമായിട്ട്, അങ്ങയല്ലാതെ മറ്റൊരാൾ അഭയം ആയിട്ട് കാണുന്നില്ല. ഭയം
ഇല്ലാതാക്കുന്നവനായിട്ട്, ആശ്രയം നൽകുന്നവനായിട്ട് മറ്റൊരു ദേവനെ കാണുന്നില്ല. എന്താ മറ്റു ദേവന്മാർ ഭയം മാറ്റുകയില്ലേ, അഭയം കൊടുക്കുകയില്ലേ എന്നാണെങ്കിൽ ആ ദേവന്മാർക്കൊക്കെ തന്നെ അഭയം നൽകാനുള്ള ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. സതയാ ശ്രദ്ധയാ യുക്ത തസ്യാരാധനമീഹതേ ലഭതേജ തതഃ കാമൻ മയൈവ വിഹിതാൻ ഹീതാൻ. ഏതേത് ദേവന്മാരെ നിങ്ങൾ ആരാധിക്കുന്നുവോ ആ ദേവന്മാരെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ആരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളാണ് അവരുടെ ഭക്തന്മാർക്ക് കൊടുക്കുന്നത്. ഭഗവാൻ അവർക്ക് കൊടുത്ത ആ നിഗ്രഹാനുഗ്രഹ ശക്തിയുടെ ഒരംശം എടുത്തിട്ടാണ് അവരവരുടെ ഭക്തന്മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ദേവദേവൻ. ഇപ്പോൾ ദേവദേവ എന്ന് വിളിച്ചതിൽ നിന്ന് അത് വ്യക്തമാണ്. പിന്നെയും പറഞ്ഞു ത്വതന്യം അഭയം ന പശ്യേ, അങ്ങയല്ലാതെ മറ്റൊരു ആശ്രയം കാണുന്നില്ല. എന്തുകൊണ്ട്? എത്ര പരസ്പരം മൃത്യുഹോ, ഭഗവാനല്ലാത്ത മറ്റെല്ലാവരിലും പരസ്പരം മൃത്യുണ്ട്. അന്യോന്യം മൃത്യുർഭവതി എന്നാണ്. ഒരാൾക്ക് മറ്റൊരാളെ പേടി എന്താണ്? ഇവൻ എന്നെ കൊല്ലുമോ എന്ന ഭയമുണ്ട്. അയാൾക്ക് ഭയം എന്താണ്? അയാൾക്ക് മറ്റൊരാളെ ഭയം, അയാൾ എന്നെ കൊല്ലുമോ എന്ന ഭയം. ഇങ്ങനെ ഓരോരുത്തർക്കും മറ്റാരെയെങ്കിലും അവർ എന്നെ കൊല്ലുമോ എന്ന ഭയം ഉള്ളതുകൊണ്ട് അവർക്കാർക്കും ആരെയും മരണത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കുകയില്ല, മരണഭയത്തിൽ നിന്നും കരകയറ്റാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഭയമുണ്ട്, ഭഗവാന് ഭയമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താണ്? മറ്റുള്ളവർക്ക് ഭയം നീക്കിക്കൊടുക്കാൻ കെൽപ്പുള്ളവനാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നത്. അങ്ങനെ ഉത്തര ഭഗവാനെ അനന്യ ശരണാഗതി അടയുകയാണ്. എന്നിട്ട് പറയുന്നു, ഹേ വിഭോ, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അഭിദ്രവതി മാമീശ ശരസ്തപ്തായസോ വിഭോ കാമം ദഹതു മാം നാഥ മാമേ ഗർഭോ നിപാത്യതാം. ഹേ വിഭോ ഈശ, തപ്തായസഃ ശരഃ മാം അഭിദ്രവതി മാം കാമം ദഹതു. ഹേ നാഥ മേ ഗർഭഃ മാ നിപാത്യതാം. ഹേ വിഭോ, എല്ലാറ്റിനേക്കാളും ശക്തിയുള്ളവനായ, എല്ലാറ്റിനും നാഥനായിട്ടുള്ളവനെ, ഈശ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെ, തപ്തായസഃ ശരഃ, തപിക്കുന്ന ചൂടാക്കി ചുട്ടുപൊള്ളുന്ന ഇരുമ്പ് കൊണ്ടുള്ള ശരം, അത് എന്താണ്? ദിവ്യാസ്ത്രമാണ്. മാം അഭിദ്രവതി, അഭിദ്രവതി എന്ന് വെച്ചാൽ അഭിമുഖം ആയാതി, എൻ്റെ നേർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തപിച്ചുകൊണ്ടിരിക്കുന്ന ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ടുള്ള ശരം എൻ്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് അഭിമുഖമായി, പുറകിലുള്ള മുന്നിൽ എനിക്ക് അഭിമുഖമായി വന്നുകൊണ്ടിരിക്കുന്നു. മാം കാമം ദഹതു, അത് അങ്ങ് എന്നെ യഥേച്ഛം, കാമം എന്ന് വെച്ചാൽ യഥേച്ഛം, ഇച്ഛ പോലെ, യഥേഷ്ടം എന്നെ ദഹിപ്പിച്ചോളട്ടെ. ഹേ നാഥ, അല്ലയോ നാഥ, മേ ഗർഭ മാ നിപാത്യതാം, എൻ്റെ ഗർഭം വീഴ്ത്തരുതേ, എൻ്റെ ഗർഭപാതം ഉണ്ടാക്കരുതേ, എൻ്റെ ഗർഭത്തെ നശിപ്പിക്കരുതേ എന്നാണ് ഉത്തരാദേവി അവിടെ വിലപിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ വന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അശ്വത്ഥമാവ് വീണ്ടും തൊടുത്തുവിട്ട ബ്രഹ്മാസ്ത്രമാണ് ഉത്തരാഗർഭത്തെയും ഉത്തരയെയും ബാധിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ വിചാരം ചെയ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.